അല്ല, അതാണ് കാലം ആവശ്യപ്പെടുന്നത്, അതാണ്. അല്ലാതെ ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പിന്നെ കെ കരുണാകരൻ ചാൾസിനെ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിർത്തിയാൽ അത് പിന്നെ നാടാർ രാഷ്ട്രീയം കളിച്ചെന്ന് പറയും. പക്ഷേ CPM പിന്നെ വർക്കല അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അതിനകത്ത് വർഗീയതയില്ല. പിന്നെ കോഴിക്കോട് എന്തിനാ കൊണ്ട് ഇളമരം കരീമിനെ നിർത്തിയത്? കോഴിക്കോട് എന്തിനാ ഇളമരം കരീമിനെ നിർത്തിയത്? നേരത്തെ മുഹമ്മദ് റിയാസ് മത്സരിച്ചിട്ടുണ്ട്. എന്തിനാ അവിടെ നിർത്തുന്നത്? എൻ്റെ കാര്യം എന്താ? അപ്പോൾ ജാതിയാണ്, മതമാണ്, വർഗീയതയാണത്. അതിനെ CPM അതിനെ അപ്പം കരുണാകരനോ കോൺഗ്രസോ ചെയ്താൽ അത് വർഗീയത, CPM ചെയ്താൽ സോഷ്യൽ എഞ്ചിനീയറിങ്. ഒരു വാക്ക് കിട്ടി നമുക്കത്, ഒരു കഴിഞ്ഞ കുറേ കാലമായി കളിക്കുന്നൊരു വാക്ക്, സോഷ്യൽ എഞ്ചിനീയറിങ്. എന്ത് സോഷ്യൽ എഞ്ചിനീയറിങ്? വർഗീയതയത്, ഒരു സംശയമില്ല അത്. അപ്പോൾ അതിൽ മാറിയിട്ട് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ നന്മയ്ക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന്, നന്മയ്ക്ക്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് പിന്നെ നടപടികൾ കൈക്കൊള്ളുകയും. ഞാൻ ചെറിയ വേറൊരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളം മുഴുക്ക ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം പെട്ടെന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള നടപടികളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം പിടിച്ചകത്ത് വയ്ക്കുകയും അതിൻ്റെ കേസും ഇതൊക്കെ നന്നായിട്ട് ഒരു ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത് വളരെ നീറ്റായിട്ട് ഈ ഗവൺമെൻറ് ചെയ്തു. ഇതൊന്നും പലരും പറഞ്ഞു അത് വേറൊരു കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ആണെങ്കിൽ പൈസയുടെ പുറകെ പോയി അതങ്ങ് ആ കേസ് തേഞ്ഞു മഞ്ഞങ്ങ് പോയേനെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിജീവിത ഇന്നും കോടതി പോരാടുകയാണ്. കോടതിയുടെ ദയക്കായിട്ട്, ദാക്ഷിണ്യത്തിനായിട്ട് കേഴുകയാണ് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ സങ്കടം കേൾക്കാൻ, കണ്ണീരൊപ്പാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? വ്യക്തിപരമായി പറഞ്ഞാൽ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് വേണം ഞാൻ കരുതുന്നത്. അതുപോലെ എത്ര സംഭവങ്ങളുണ്ടായി. ആ കോഴിക്കോട് മറ്റേ ശസ്ത്രക്രിയക്കിടെ കത്രിക വറ്റിപ്പോയ കുട്ടി, അത് കഴിഞ്ഞ് ഇൻറ്റൻസീവ് ICUവിലുണ്ടായ ഒരു പീഡനം എന്നൊക്കെ പറയുന്നത്, അവിടെയെല്ലാം എന്താ പറയുന്നത്, അതിക്രമത്തിന് ഇരയായവർ നീതിക്കായിട്ട് തെരുവിലിറങ്ങി ഇങ്ങനെ കൈനീട്ടി നിൽക്കുകയാണ്. അതൊരു ഇടതുപക്ഷ മുഖമുള്ള ഒരു സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് ഈ ICU പീഡനത്തിൽ എന്താണ് പ്രശ്നം? പ്രതികൾ ആരാണ്? എല്ലാവരും പരസ്യമായിട്ട് പറഞ്ഞല്ലേ അതിനകത്ത് പ്രതിസ്ഥാനത്ത് ഉള്ള ഒരാൾ എന്ന് പറയുന്നത് CPMൻ്റെ ഒരു സംഘടനയുടെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അയാൾക്കെതിരെയുള്ള നടപടിയില്ല. പിന്നെ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ച ആളുകൾക്കെതിരെയാണ് നടപടി വരുന്നത്. ഇത് വളരെ, ഞാൻ പറയുന്നത് അങ്ങനെ ഈ ഇലക്ഷൻ പിന്നെ തിരിച്ചടി ഉണ്ടായതിൻ്റെ കാരണങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെയൊക്കെ ആലോചിക്കുന്നവരുണ്ടാകാം, എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു നീതി കിട്ടും, എനിക്ക് നീതി കിട്ടും, എനിക്ക് അർഹമായത് കിട്ടും എന്ന് പറയുന്ന തലത്തിലേക്ക് അതിന് CPM ആയാലും കോൺഗ്രസ് ആയാലും രാഹുൽ ഗാന്ധി ആയാലും ആരാണോ നിൽക്കുന്നത് അവരോടൊപ്പം നിൽക്കും. ഇപ്പോൾ പിന്നെ കെജ്രിവാൾ എന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രി വന്നത് കോൺഗ്രസിൻ്റെ UPA ഗവൺമെൻറ്റിൻ്റെ അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് അണ്ണാഹസയുടെ സമരം, സത്യാഗ്രഹം, അത് ഇയാൾ കൂടെ വരുന്നു. അപ്പോൾ അഴിമതിക്കെതിരെ കുരിശുദ്ധം നയിച്ചെന്നുള്ളൊരു ഇമേജുമായിട്ട് വരുന്നു. ശരിയോ തെറ്റോ നമുക്കറിയില്ല. പിന്നെ അയാൾ അഴിമതി കേസിൽ പെട്ട് ജയിലിലാണ്. ഇപ്പോൾ ഈ ഒറ്റ സീറ്റ് എവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഡൽഹിയിൽ ഈ ഇലക്ഷനിൽ. ശരിയാണോ നമുക്ക് അറിയില്ല. അത് പിന്നെ എല്ലാവരും പറയുന്നുണ്ട്, പ്രതിപക്ഷത്തുള്ള എല്ലാവരും പറയുന്നുണ്ട് അത് പിന്നെ രാഷ്ട്രീയ വൈരാഗ്യത്തോടെയുള്ള കേസാണെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം. പക്ഷേ എന്തായാലും അഴിമതിക്കെതിരെ പോരാടുന്ന മുഖമെന്നുള്ള നിലയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായത്. ആ ഇമേജിനൊരു ചെറിയ പോറലുണ്ടായപ്പോഴാണ് ഈ ഇലക്ഷൻ റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അഴിമതിക്കെതിരായിട്ടുള്ള പിന്നെ ഇപ്പോൾ ഈ പോലീസ് ജനങ്ങളുടെ സേവകരാകണം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എപ്പോഴും പറയാറുണ്ട്. എത്ര സംഭവങ്ങളാണ് ഒരു ദിവസം, എത്ര സംഭവങ്ങളാണ് നടക്കുന്നത് ഈ പോലീസിൻ്റെ അട്രോസിറ്റീസ് എന്ന് പറയുന്നത്. ചീത്തവിളിയും ആളുകളടുത്ത് പോലീസിനെക്കുറിച്ച്, പോലീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അനുഭവമുണ്ടായിട്ടുള്ള ഒരാൾ, പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ഒരാൾ, വാദിയായോ പ്രതിയായോ എന്തായാലും ഒരു ആളുകളുടെ രാഷ്ട്രീയക്കാരുടെ ഒന്നും ശുപാർശയില്ലാതെ പോയ ഒരാൾ
കേരളത്തിലെ പോലീസിന് ഞാൻ പിണറായി വിജയൻ മാത്രമല്ല, അത് ആര് ഭരിച്ചാലും, ഉമ്മൻചാണ്ടി ഭരിച്ചാലും ശരി, AK ആന്റണി ഭരിച്ചാലും ശരി, കെ കരുണാകരൻ ഭരിച്ചാലും ശരി, പോലീസിന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള ഒരാളിന് കേരളത്തിലെ പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയൂ. എന്തിന് പോലീസ് ഓഫീസർമാർ പറയൂ. ഈ റിട്ടയർ ചെയ്ത DGPമാർ റിട്ടയർ ചെയ്തതിന് ശേഷം പറയുന്നില്ലേ പോലീസിൻ്റെ അത് ശരിയല്ല, ഇവിടെ ശരിയല്ല, ആ നടപടി ശരിയല്ല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അത് അങ്ങനെ ഇതൊന്നും കാര്യമൊന്നും ചെയ്യണ്ട. ഒരു തെറ്റ് ചെയ്യുന്നവരെ കണ്ടെത്തുകയും തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയിട്ട് അതിനെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ അത് ചെയ്യാൻ തയ്യാറാവില്ല. 5 പേര് പിന്നെയും ചെയ്യും. പക്ഷേ ഈ 10 പേര് ചെയ്തുകൊണ്ടിരുന്നിടത്ത് 5 പേരായിട്ട് കുറയുകയും അത് പിന്നീട് 2.5 ആയിട്ട് കുറയും, 1 കുറയും. മൂടോടെ വലിച്ച് കളയാനും പറ്റുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം ഇതൊക്കെ അത് പോലീസായാലും ശരി, അവൻ പോലീസല്ലാതെ അവൻ ഇനി സമാധാന സേനയിൽ ചെന്നാലും അവൻ ഇതേ കാണിക്കുകയുള്ളൂ. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഞാൻ കുറ്റം ചെയ്താൽ, ഞാൻ നിയമത്തിന് വിരുദ്ധമായി അതിൻ്റെ ഫ്രെയിമിന് പുറത്തു പോയി നിന്ന് കളിച്ചാൽ ചോദിക്കാനൊരാളുണ്ട്, എൻ്റെ കഴുത്തിന് പിടിക്കാനൊരാളുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ അവിടെ കറക്ഷൻ ഉണ്ടാവും, ഒരു സംശയമില്ല. അത്